ചിലപ്പോൾ ഇതോടുകൂടെ ഞാൻ സിനിമ ഔട്ടാവുക, അല്ലെങ്കിൽ ഔട്ടാണ്, നിങ്ങൾ തുറന്ന് പറയുന്നത് അല്ലെങ്കിൽ ഔട്ടാണ്. ഞാൻ mind ചെയ്യത്തില്ല. അല്ല, ഞാൻ നല്ല പ്രൊഡ്യൂസർമാർ കേൾക്കണമെങ്കിൽ അത് അത്രേ ഉള്ളൂ. ஆனால் ഈ വോയിസ് ഓഫ് സത്യ നടക്കുന്ന സമയത്ത് സത്യം പറഞ്ഞാൽ ചാളി കോമഡികളാണ്. തുടക്കത്തിൽ ഡയറക്ടറും പ്രൊഡ്യൂസറും അടയും ചക്കരയായിരിക്കും, പക്ഷേ പടം തീരുന്നതിൻ്റെ തൊട്ട് മുമ്പ് അടിച്ചു പിരിഞ്ഞിരിക്കും. എല്ലാ പടവും അങ്ങനെയാണ്. 90% പടങ്ങൾ അടിച്ചു പിരിഞ്ഞിരിക്കും. അതിനിപ്പോൾ എത്ര വലിയ പടം എന്ന് പറഞ്ഞാലും എത്ര ചെറിയ പടം എന്ന് പറഞ്ഞാലും അടിച്ചു പിരിഞ്ഞിരിക്കും. ഒരുപാട് യാതൊരു പണിയാണ് സ്റ്റിൽ ഫോട്ടോഗ്രാഫി സിനിമയിൽ. അതെ അതെ ആണോ? അതെ അതെ, 100% കഷ്ടപ്പാടാണ്. ഉപ്പും കേട്ട് മാത്രമല്ല ആ സിനിമയുടെ ജയപരാജയങ്ങൾ പോലും നിങ്ങൾക്ക് അറിയാൻ പറ്റും അല്ലേ? അതെ, എന്താണ് സംഭവിക്കാൻ പോകുന്നത്. ഒരു പടം ഏതാണ്ട് ഒരാഴ്ച ഷൂട്ട് നടക്കുമ്പോൾ നമുക്കറിയാം ഈ പടം ഏത് വഴി എടുത്തുകൊണ്ട് പോകുന്നു. പല പടങ്ങളും നമ്മൾ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ നമുക്കറിയാൻ പറ്റും ഇത് പടം പൊട്ടും, ഉറപ്പാണ്. അപ്പോൾ ഞാൻ എന്ത് ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ, ഒന്നും നമ്മളെ കൂടെ ഉള്ളവരുടെ ഞാൻ പറയട്ടെ, ഈ പടം നടന്മാർക്ക് പോലും അറിയത്തില്ല അല്ലേ? നടന്മാർക്ക് അറിയാൻ പറ്റില്ലെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർക്ക് അവരെ പോഷൻ മാത്രമല്ലേ അറിയാൻ പറ്റുള്ളൂ. സ്ക്രിപ്റ്റ് കേൾക്കുമ്പോൾ ഭയങ്കര രസമായിരിക്കണം. ചില ആൾക്കാരെന്ന് വെച്ചാൽ ഈ സ്ക്രിപ്റ്റ് റൈറ്റേഴ്സ് ഉണ്ട്, അവർ സ്ക്രിപ്റ്റ് പറയണത് കേട്ട് കഴിഞ്ഞാൽ വിചാരിക്കും 100 ദിവസം ഓടുന്നതായിരിക്കും, പക്ഷെ ഒരു ദിവസം പോലും ഓടില്ല. അങ്ങനെയുള്ള ഒരുപാട് പടങ്ങളുണ്ട്. അപ്പൊ ശരിക്കും ഞാൻ പറഞ്ഞ ചില പടങ്ങളിൽ നിങ്ങൾ എൻ്റർ ചെയ്യുവാണ്, ആദ്യം നടന്റെ മുഖത്ത് വെച്ചൊരു ഫോട്ടോ എടുക്കുന്ന അത് മുതൽ ആ പടത്തിന്റെ വിധി തുടങ്ങുകയാണ്. അപ്പൊ നിങ്ങൾ മനസ്സിൽ തോന്നിയ ചിന്ത എന്തായാലും? ആണ്, ഞാൻ എന്നാ താൻ കേസ് കൊടുന്ന പറഞ്ഞൊരു പടമുണ്ട് ചാക്കോച്ചൻ്റെ. അപ്പോൾ ആ പടത്തിൽ ഫസ്റ്റ് നമ്മൾ എടുക്കുന്ന പടം എന്ന് പറയണത് കിണറ്റിനകത്തുനിന്ന് പുള്ളി കിണർ വെട്ടുന്ന ഒരു ഷോട്ടാണ്. അല്ല, ഞാൻ അതിനെപ്പെട്ട് ഈ ചാക്കോച്ച മൊത്തം വേറെ മേക്ക് ഓവറിലാണ് വരുന്നത്. അതെ അതെ അതെ. എന്ത് കോപ്പറയും കാണിക്കുക എന്നൊരു ചിന്തയൊക്കെ മനസ്സിൽ വന്നായിരുന്നു. അല്ല, അതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ചില സ്ഥലത്ത് പോകുമ്പോൾ അറിയാം അവിടുത്തെ വൈബ്, ചില ലൊക്കേഷന്, ചില ഒരു ടീം ഒരു ക്രൂ ഒക്കെ കാണുമ്പോൾ നമുക്ക് അറിയാൻ പറ്റും ഇത് ഹിറ്റ് അടിക്കുമെന്ന് നമുക്ക് അറിയാമായിരുന്നു. അങ്ങനെ ഫസ്റ്റ് പടം എന്ന് പറയണത് പുള്ളിക്കാരൻ കിണറ്റിൽ നിന്ന് ആ ഏണിയിലിങ്ങനെ, അതാണ് മെയിൻ പോസ്റ്ററും. പക്ഷേ ആ ഒരു പടം എടുത്തിട്ട് ഞാൻ ചാക്കോച്ചനെ കൊണ്ട് കാണിച്ചു കൊടുത്തു. എന്നിട്ട് അവിടെ നിന്ന് ഒരു ആർട്ട് ഡയറക്ടറല്ല, ആർട്ടിലെ ഒരു പയ്യുണ്ട്, പ്രശാന്ത് അമരവള. ഞാൻ കൊണ്ട് പറഞ്ഞ അളിയാ നീ നോക്കിക്കോളെ, ഇത് പോസ്റ്ററാണ്, ഈ പടം നീ നോക്കിക്കോളെ, ഇത് കയറി കൊളുത്തും ഉറപ്പ് എന്ന് പറഞ്ഞിട്ട് നമ്മൾ ആ പടം കൊടുത്തിട്ട് നമ്മളെ സ്ഥിരം പരിപാടിയൊക്കെ നമ്മളെ അങ്ങനെ. പക്ഷെ ആ പടത്തിൽ ആ പോസ്റ്ററാണ് ഉപയോഗിച്ചത്. പിന്നെ ആ പടത്തിൻ്റെ ഒരു പോക്കെന്നൊക്കെ പറഞ്ഞാൽ പിന്നെ ഞാൻ അപ്പം തന്നെ നോക്കിക്കോണ ഇത് പടം 100 ദിവസം ഉറപ്പ്. അത് നമുക്ക് അറിയാൻ പറ്റും. അത് ചില സാധനങ്ങൾ, ചില പടങ്ങൾ അതുപോലെ തന്നെ ഫസ്റ്റ് ഡേ തന്നെ ചിലപ്പം നമുക്ക് അറിയാൻ പറ്റും ഇത് അത് പോക്കാണെന്ന്. അങ്ങനെ തോന്നിയ ഒരുപാട് പടങ്ങളുണ്ട്. അല്ല, അങ്ങനെ തോന്നിയ പടങ്ങളെന്ന് പറഞ്ഞതാണ് നമ്മൾ ചെയ്യുന്ന കുറേ ചെറിയ പടങ്ങൾ ഇഷ്ടം പോലെ ഉണ്ടേ. ഒരു വലിയ പടത്തിന്റെ ഇപ്പം വലിയ പടങ്ങൾ പറയണമെന്നുണ്ടെങ്കിൽ ഇപ്പം ബാൾട്ടി എന്ന് പറഞ്ഞ പടം, അതെ അതെ അതെ, ബാൾട്ടി ഫസ്റ്റ് ഡേ ഷൂട്ട് കഴിഞ്ഞ് അപ്പം ഞാൻ വിചാരിച്ചത് ചിലപ്പം നമുക്ക് അറിഞ്ഞൂടല്ലോ, ആ ക്രൂവിനെയൊക്കെ നമ്മൾ പരിചയപ്പെട്ട് പറഞ്ഞേ ഉള്ളൂ. പക്ഷേ അതിൻ്റെ പ്രൊഡ്യൂസർ നമുക്ക് വളരെ വേണ്ടപ്പെട്ട ആളാണ്. അപ്പം രണ്ടാമത്തെ ദിവസം ഞാൻ പറഞ്ഞിടേ ഇത് അത് വഴി എടുത്തുകൊണ്ട് പോകുന്ന ഒരു ഐഡിയ ഇല്ല, പക്ഷെ എന്തായാലും ഇവർ വർക്കൗട്ടായാൽ ഉദ്ദേശിക്കുന്ന സാധനമൊന്നും വരുമെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഈ എന്ത് പറയണം, ഈ ഭയങ്കര പെർഫെക്ഷൻ വിചാരിക്കുന്ന പടങ്ങളൊന്നും ഇന്ന് വരെ ഹിറ്റായ ചരിത്രം ഇല്ല. അതായത് 8-10 ടേക്കൊക്കെ എടുത്തിട്ട് അത്രയൊക്കെ എടുക്കും. അപ്പം അങ്ങനെയൊക്കെ അത് പറയാൻ മറ്റേ ഹെയ് ജൂഡ് എന്ന് പറഞ്ഞ നിവിൻ പോളിയുടെ പടത്തിൽ 26 ടേക്ക് എടുത്തിട്ടുണ്ട് ഓരോ സീനോ ഒരു ഷോട്ട്. അത് എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്. അതായത് പുള്ളിക്കാരൻ മറ്റേ വീട്ടിൽ കയറി വന്ന ഒരു സീനുണ്ട്, തൃശയും പുള്ളിക്കാരനുണ്ട്, 26 ടേക്ക് എടുത്തിട്ടുണ്ട്. എൻ്റെ അതിൻ്റെ ഫോട്ടോ 26 ടേക്കാണ്. അതിൻ്റെ ആവശ്യകത ഉണ്ടോ എന്ന് ചിന്തിക്കും അല്ലേ? കാരണം എന്നാ ഈ ആദ്യത്തെ ടേക്കേ കറക്റ്റാണ്, പിന്നെ 20 അപ്പം പറയും ഓക്കെ ഈ ഡയറക്ടറിന് ചിലപ്പം പുള്ളി ഉദ്ദേശിക്കുന്ന സാധനം കിട്ടായിരിക്കും, പക്ഷെ നമ്മൾ അങ്ങനെയൊക്കെ വന്നിട്ട് ആ പടം പൊട്ടിപ്പോവും. പക്ഷേ ഈ 26 ടേക്ക് എന്ന് പറയുമ്പോൾ രാവിലെ തൊട്ട് തുടങ്ങിയാണ്ട് ഉച്ച വരെ പോകുന്ന അപ്പോഴേക്കും അടുത്ത എത്രയോ ഷോട്ടുകൾ എടുത്തിട്ട് അടുത്ത പരിപാടി നോക്കി പോകുന്നറിയാമോ? അതൊക്കെ ആവശ്യമില്ലാത്ത പണി ഞാൻ ചിന്തിച്ചിട്ടുണ്ടല്ലേ. പിന്നല്ലാതെ ഈ ചില പടങ്ങളൊക്കെ 100 ദിവസം 220 ഷൂട്ട് ചെയ്യും. സത്യം പറഞ്ഞാൽ 60 ദിവസം കൊണ്ട് പരിപാടി ചെയ്തിട്ട് വീട്ടിൽ പോകാൻ പറ്റും ഇവർ ശ്രമിച്ചാൽ. പിന്നെയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവരിതൊരു ഉത്സവം പോലെ അങ്ങ് എടുക്കണതാണ്. പിന്നെ പല പുതിയ ഡയറക്ടേഴ്സിൻ്റെയും പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ അവരുടെ എക്സ്പെരിമെൻറ്റ് എന്നുള്ള രീതിയിൽ എല്ലാവർക്കും ഇപ്പോൾ അവരവരുടെ സൃഷ്ടി ഏറ്റവും വലുതാണ്. പക്ഷേ ഇത് വേറൊരുത്തൻ്റെ പൈസയാണെന്നുള്ള കാര്യം അവർ മറന്നു. ജാട കാണിക്കുന്നവരും ഉണ്ടാവും, അവർ പണി കൊടുക്കുക എന്ന് പറഞ്ഞിട്ടേക്ക് എടുക്കുന്ന സംവിധാനം ഉണ്ടാവും. ഞാൻ പറഞ്ഞുതരാം, ഈ 90% സിനിമകളും തുടക്കത്തിൽ ഡയറക്ടറും പ്രൊഡ്യൂസറും അടയും ചക്കരയായിരിക്കും, പക്ഷേ പടം തീരുന്നതിൻ്റെ തൊട്ട് മുമ്പ് അടിച്ചു പിരിഞ്ഞിരിക്കും. എല്ലാ പടവും അങ്ങനെയാണ്. 90% പടങ്ങൾ അടിച്ചു പിരിഞ്ഞിരിക്കും. അതിനിപ്പോൾ എത്ര വലിയ പടം എന്ന് പറഞ്ഞാലും എത്ര ചെറിയ പടം എന്ന് പറഞ്ഞാലും അടിച്ചു പിരിഞ്ഞിരിക്കും. കാരണം എന്ന് വെച്ചാൽ വേറെ ഒന്നുമല്ല, ഈ ആദ്യത്തെ കുറേ ദിവസമൊക്കെ പ്രൊഡ്യൂസർ അങ്ങ് ഒന്നും നോക്കാതെ ഇറക്കും.
ഈ ഒരു 10 ദിവസമൊക്കെ ഷൂട്ട് കഴിയുമ്പോൾ തന്നെ പ്രൊഡ്യൂസറിന് മനസ്സിലാവും ഇത് കൈ നിൽക്കുന്ന പരിപാടിയല്ല, ഈ പടം തിരിച്ച് റിട്ടേൺ കിട്ടൂല. എത്രയോ പടം ഞാൻ പറഞ്ഞിട്ടുണ്ട് പ്രൊഡ്യൂസറിൻ്റെ അടുത്ത്, ചേട്ടാ ഇത് നിങ്ങൾ തേഞ്ഞൊട്ടി. അത് നമുക്ക് അറിയാൻ പറ്റും. അങ്ങനെ ഒരു പടം പറയുന്നാലും ഇതോടെ അങ്ങനെ പ്രൊഡ്യൂസർ പറഞ്ഞത് ആണ്. അങ്ങനെ ഒരുപാട് പടങ്ങളുണ്ട്. ഇപ്പോൾ ഞാൻ ഫോർ എക്സാമ്പിൾ ഞാൻ പറഞ്ഞിട്ടുണ്ട്, നമ്മളിപ്പോൾ ദിലീപേട്ടൻ്റെ പടം മറ്റേ നമ്മളെ വോയിസ് ഓഫ് സത്യനാഥൻ ആണ്. വലിയ ക്രൂ ആണ്, വലിയ പടങ്ങളാണ്, നമുക്കൊന്നും ഒരിക്കലും അവരെ ജഡ്ജ് ചെയ്യാൻ പറ്റില്ല. പക്ഷെ ആ പടം തുടങ്ങിയ ഒരു 10-15 ദിവസം കഴിഞ്ഞപ്പോൾ തന്നെ നമുക്കറിയാം ഇത് കയ്യിൽ നിന്ന് പോകും. അതുപോലെ തങ്കമണി കിണ്ണം കാച്ചിയ പടം ഭയങ്കര സംഭവം എന്നൊക്കെ പറഞ്ഞു. പക്ഷേ ആദ്യത്തെ ഒരു 5 ദിവസം കഴിഞ്ഞപ്പോൾ തന്നെ നമുക്കറിയാം ഇത് എങ്ങനെ പിടിക്കാൻ പറ്റും. പിന്നെ നമ്മളൊരിക്കലും അവരുടെ അടുത്ത് പറയില്ല, ഓടൊന്നേ പറയുള്ളൂ. കാരണം വെച്ച് കഴിഞ്ഞാൽ നമ്മൾ നിങ്ങൾക്ക് ഇതിന്റെ ചുറ്റു കാര്യങ്ങളെ മൊത്തം അറിയാമല്ലോ, പിന്നെ നമ്പർ കഥ മുഴുവൻ അറിയാമല്ലോ. ഞാൻ പലയിടത്തും പറയും, നമ്മൾ വളരെ രഹസ്യമായിട്ട് പറയും. അതിൻ്റെ കൺട്രോളർക്ക് നമുക്ക് വേണ്ടപ്പെട്ടാണെങ്കിൽ ഇപ്പോൾ ഈ പറഞ്ഞ തങ്കമണി ഷൂട്ട് എടുക്കുന്ന സമയത്ത് അതിൻ്റെ കൺട്രോളർ എടുത്ത് ഞാൻ വളരെ കൂളായിട്ട് പറഞ്ഞു, എന്നാൽ ഇതെന്നാ പാവം ഈ പടം വെറുതെ പൈസ കൊണ്ട് കളയാണ്. അത് നമുക്ക് അറിയാൻ പറ്റുള്ളൂ. അത് എങ്ങനെ അറിയാൻ പറ്റുമെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് വേണമെങ്കിൽ 10-15 വർഷമായി ഈ എക്സ്പീരിയൻസ് ഒന്നും ഞാൻ പറയില്ല. പക്ഷേ നമ്മൾ കണ്ടിന്യൂസ് പടം ചെയ്യണമെന്നാണ്. ഇപ്പോൾ ഒരു കൺട്രോളർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വർഷത്തിൽ ഒരു പടം ചെയ്യുള്ളൂ. ഒരു ഡയറക്ടർ ചിലപ്പോൾ 3 വർഷത്തിലൊരിക്കലായിരിക്കും ഒരു പടം ചെയ്യണത്. ஆனால் നമുക്കിതല്ലല്ലോ, നമ്മൾ ഡെയിലി പണി ഇതല്ലാണ്. സെറ്റ് ടു സെറ്റ് ഞാൻ 5 പടമൊക്കെ ചെയ്ത സമയമുണ്ട്. ഒരു പടം അത് ഓക്കെ, അത് മഞ്ജു ചേച്ചിയുടെ ഒരു പടം, നമ്മുടെ മറ്റേ വെള്ളരിപ്പട്ടണം എന്നൊരു പടം. ആ പടം ഷൂട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് കൃത്യമായിട്ട് ഈ പടമൊക്കെ 2 ദിവസം ഓടി ഇല്ലെങ്കിൽ ഇല്ല. അതിൽ സ്റ്റാർസിനൊന്നും അറിയില്ല അല്ലേ. ഇപ്പോൾ വോയിസ് ഓഫ് സത്യനാഥനിലെ ദിലീപനായാലും തങ്കമണിയിലെ ദിലീപനായാലും പുള്ളിക്കൊന്നും യാതൊരു നിശ്ചയം. കാരണം അവർക്കറിയാന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാവരും പറയും സൂപ്പർ എന്ന് പറയും. ഈ സിനിമക്കാർക്ക് ഒരു പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ മന്നവേന്ദ്ര വിളങ്ങുന്നു നിൻമുഖം സൂര്യനെ പോൽ, ആരെ കണ്ടാലും ഇത് തന്നെ. അത് തിരിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ അവനാ പിറ്റത്തെ രാവിലെ തട്ടിയെടുത്ത് കളയും. പക്ഷേ റിയലായിട്ട് കൈ നിൽക്കില്ല പടം പോകുമെന്ന് വെച്ച് കഴിഞ്ഞാൽ അറിയാൻ പറ്റും. നമുക്കിപ്പോൾ അറിയാം എങ്ങനെ ഇത് ഏത് വഴി പോകുന്നുള്ളത്. എവിടെ കൊണ്ട് ഈ പാളിച്ച അങ്ങനെയല്ല. ഇതിപ്പോൾ ചില പടങ്ങളൊക്കെ എന്ന് വെച്ച് കഴിഞ്ഞാൽ 2ാമത്തെ 3ാമത്തെ ദിവസം തന്നെ അറിയാം ഇത് പ്രൊഡ്യൂസർ. അതായത് മിക്കവാറും ഈ പുതിയ ഡയറക്ടേഴ്സ് വന്നിട്ട് ഇവർക്ക് പണി അറിഞ്ഞൂടാ. ഇവരെ മനസ്സിനകത്ത് സിനിമയുണ്ട്, പക്ഷേ ഇത് ഇവന് സ്ക്രീനിൽ കാണിക്കാൻ പറ്റില്ല. പിന്നെ പല ഡയറക്ടേഴ്സും ചെയ്യുന്ന പരിപാടി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവർ ഈ ഷൂട്ട് നടക്കുന്ന സമയത്തൊക്കെ ഭയങ്കരമായിട്ട് ചിരിക്കും. അതായത് ചെറിയ വളിപ്പ് കോമഡിയൊക്കെ ആയിരിക്കും. നമുക്കറിയാം മറ്റേ വാട്സപ്പ് കോമഡി ഇതേപോലെ നിലവാരമില്ലാത്ത സാധനമൊക്കെ ആയിരിക്കും. ഇപ്പം എന്ത് പറയണം, മറ്റേ ഈ വോയിസ് ഓഫ് സത്യനാഥൻ തന്നെ ചിലപ്പോൾ ഇതോടുകൂടെ ഞാൻ സിനിമ ഔട്ടാവുക, അല്ലെങ്കിൽ ഔട്ടാണ്. അല്ല, ഞാൻ നല്ല പ്രൊഡ്യൂസർമാർ കേൾക്കണമെങ്കിൽ അത് അത്രേ ഉള്ളൂ. ஆனால் ഈ വോയിസ് ഓഫ് സത്യനാഥൻ നടക്കുന്ന സമയത്ത് സത്യം പറഞ്ഞാൽ ചാളി കോമഡിയിലാണ്. ഊള സാധനം പടം കണ്ടല്ലേ, ഊള സാധനങ്ങളാണ്. ഈ ഊള സാധനം എന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാവരും അവിടെ കിടന്ന് കക്കക്കാന്ന് പറഞ്ഞാൽ ചിരിക്കും. നമുക്ക് ചിരിയൊന്നും വരില്ല. ചിരി വരാത്തതിൻ്റെ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് എൻ്റെ മനസ്സിലുള്ള ചിന്ത എന്തറിയാമോ, പാവം ഞാനും ആ പ്രൊഡ്യൂസറിൻ്റെ നിന്ന് പൈസ വാങ്ങിച്ചല്ലേ ചെയ്യണത്. ഈ പൈസ വെറുതെ കഷ്ടം. ഈ ഒരു വാട്സപ്പ് കോമഡിയിൽ അത്ര പോലും നിലവാരമില്ലാത്തൊരു കോമഡി കാണിക്കാനാണെന്നുണ്ടെങ്കിൽ ദിലീപേട്ടനെ പോലെ വലിയൊരു ആർട്ടിസ്റ്റിനെ അവിടെ കൊണ്ടിട്ട് അല്ല, ഇവരെല്ലാം ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്യുന്നത് വെച്ചാൽ ഇവരെ മനസ്സിൽ എന്തിനാണ് ഇവരിപ്പോൾ ചിരിക്കും പോലെ ആൾക്കാർ തിയേറ്ററിൽ വന്ന് ചിരിക്കുന്നത്. ഇത് തിയേറ്ററിൽ ചിരി കിട്ടില്ല എന്നുള്ള കാര്യം 100% നമുക്ക് അറിയാൻ പറ്റും. കാരണം ഞാൻ ഒരു സിനിമാക്കാരനല്ല, ഞാൻ അങ്ങനെ ചിന്തിച്ചാണ് ഞാൻ വർക്ക് ചെയ്യണത്. നമ്മളെ ജോലി എന്ന് പറഞ്ഞാൽ ഫോട്ടോ എടുക്കുക പോവുക. അപ്പം ഞാൻ അത് മാത്രം നോക്കുക. അപ്പം നമുക്കിങ്ങനെ ചിരി വരില്ല. ചിരി വരാത്ത കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ സാധനത്തിന് നമ്മൾ റിയലായിട്ട് നമ്മളൊന്ന് നോക്കിയാൽ മതി, ചിരി വരില്ല.